വളരെ മഹത്തായ ഒരു പരിപാടിയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅ ആരാണ്, എന്താണ് അവരുടെ ആദർശം, ഇതൊക്കെ വിശദീകരിച്ചു. ഈ ഭാഗങ്ങളിലുള്ള മുഅ്മിനീങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഏത് നിലക്കാണോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് അവതരിച്ചത്, സ്വഹാബത്തിന്റെ മുമ്പിൽ വിശദീകരിച്ചത്, അവർ താബിഈകളുടെയും താബിഈകളുടെയും ഇന്ന് വരെ അഇമ്മത്തുകളും മുഫസ്സിരീങ്ങളും എല്ലാവരും വിശദീകരിച്ച ആ യഥാർത്ഥ ദീൻ ഈ ഭാഗങ്ങളിലുള്ള പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഈമാന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി വിശദമായി വിശദീകരിക്കാൻ വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചത് തന്നെ അല്ലാഹുവിനെ അറിയാൻ വേണ്ടിയാണ്. പരിശുദ്ധമായ ഹദീസിൽ കുന്തു കൻസം മഖ്ഫിയ ഫഅറദ്തു അൻ ഉറഫ ഫഖലഖ്തുൽ ഖൽഖ, അല്ലാഹു തആല തന്നെ ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞതാണ്, ഞാൻ അറിയപ്പെടാത്ത, അറിയാൻ ആരും ഇല്ലാത്തൊരു കാലം, അല്ലാഹു അല്ലാതെ മറ്റൊന്നും ഇല്ലാത്തൊരു കാലം എന്നെ അറിയണം, അറിയപ്പെടണം, സ്മരിക്കപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഞാൻ സൃഷ്ടികളെ സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ നിലയ്ക്ക് ആദം നബി അലൈഹിസ്സലാമിനെയാണ് ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിച്ചത്. ആ ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് അന്ത്യനാൾ വരെ വരുന്ന എല്ലാ ജനങ്ങളുടെയും, ആണ് പെണ്ണ്, എല്ലാ സൃഷ്ടികളുടെയും, അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും അല്ലാത്തവരുടെയും എല്ലാവരുടെയും റൂഹ് ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ അല്ലാഹു തആല സൃഷ്ടിച്ചു. ഒരവസരത്തിൽ അത് മുഴുവനും പുറത്തേക്കെടുത്തും കൊണ്ട് എന്തിനാണ് അല്ലാഹു തആല മനുഷ്യരെ പടച്ചത്? ആ അല്ലാഹുവിനെ അറിയാൻ വേണ്ടിയാണല്ലോ. ആ നിലക്ക് അല്ലാഹു തആല ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ആരാണ്? അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? എല്ലാ ജനങ്ങളോട് ചോദിച്ചപ്പോൾ ആ സദസ്സിലുള്ള ഖിയാമത്ത് നാൾ വരെ വരുന്ന ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ മുഴുവനും അവിടെ നിന്ന് പറഞ്ഞു, അന്ത റബ്ബുന, നീ ഞങ്ങളുടെ റബ്ബാ, ഷഹിദിന, ഞങ്ങൾ സാക്ഷിയാകുന്നു എന്ന് ആ ആലമുദ്ദറിൽ വെച്ച് എല്ലാ ജനങ്ങളും അല്ലാഹു തആലയോട് കരാർ ഉറപ്പിച്ചു. അല്ലാഹു, നീ ഇലാഹ, നീ റബ്ബാണ് എന്ന നിലയ്ക്ക്. അങ്ങനെ വീണ്ടും ഈ റൂഹുകളെ മുഴുവനും ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിലേക്ക് അയച്ചു. ഭൂമി ലോകത്തേക്ക് ആദം നബി അലൈഹിസ്സലാം വന്നതിന് ശേഷം ഓരോ കാലത്തിലും ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ ഭൂമിയിൽ അതാ ഓരോ കാലത്തും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാമിനോട് ചെയ്ത കരാറ്, ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളോട് ചെയ്ത കരാറ്, അത് മുഴുവനും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ലക്ഷത്തിൽ പരം അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് അയക്കുകയും ആ അമ്പിയാക്കളാണ് എങ്ങനെയാണ് അല്ലാഹു തആലയെ അറിയേണ്ടത് എന്ന് ഈ ലോകത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ആ അമ്പിയാക്കളുടെ അവസാനത്തെ പ്രവാചകരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുന്ന് അന്ത്യനാൾ വരെ വരുന്ന സർവ്വ ജനങ്ങൾക്കും ആരാണ് ഇലാഹി, ആരാണ് റബ്ബ്, എങ്ങനെയാണ് ആ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഴുവൻ വിശദീകരിച്ചു. പക്ഷേ ആദം നബി അലൈഹിസ്സലാമിന്റെ ശേഷം നബി അലൈഹിസ്സലാമിന്റെ കാലത്തും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്തും എല്ലാ അമ്പിയാക്കളുടെ കാലത്തും ഈ ആശയം അവിടുന്ന് വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും അവരെല്ലാം പല അഭിപ്രായ വ്യത്യാസങ്ങളായിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ബനി ഇസ്രായീലിൽ 72 പാർട്ടികളാണ് മുസ്ലിമീങ്ങൾ ഉള്ളത്. എന്റെ ഉമ്മത്ത് അന്ത്യനാൾ വരെ വരുന്ന സമയത്ത് 73 പാർട്ടികളായിട്ട് മാറും എന്റെ ഉമ്മത്ത്. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. 73 പാർട്ടിയും നരകത്തിലാണ്. ഇല്ലാ വാഹിദ, ഒരു പാർട്ടി ഒഴികെ
മറ്റു മുഴുവൻ ആൾക്കാരും നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇത് മുസ്ലിമീങ്ങളിലാണ്. ഇസ്ലാമിന്റെ പേരുള്ള, ഇസ്ലാമിന്റെ വേഷമുള്ള, ഇസ്ലാമിന്റെ ആശയമാണെന്ന് പറയുന്ന ആൾക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു 73-ൽ 72 നരകത്തിലാണ്, ഒരു പാർട്ടി വൈകെ എന്ന്. ആ സമയത്ത് സഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് ആ ഒരു വിഭാഗം? എല്ലാ വിഭാഗത്തെ പറ്റി പഠിക്കേണ്ട ആവശ്യമില്ല, അവരുടെ ആശയം എന്ത് എന്ന് അറിയേണ്ട ആവശ്യമില്ല. യഥാർത്ഥ സ്വർഗക്കാരുടെ ആശയം ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ സ്വർഗാവകാശികളായ ഒരു പാർട്ടി അവരാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ലോകത്തുള്ള എല്ലാ പുത്തനാശയക്കാരും ബിദ്അത്തുകാരും എല്ലാവരും പറയുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ഞങ്ങളാണ്, അവരും പറയുന്നത് ഞങ്ങളാണ് സുന്നികൾ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ഹദീസിൽ റിവായത്തിൽ പറയുന്നു, മാ അന അലൈഹി വഅസ്ഹാബി. അഹ്ലുസ് സുന്നത്ത് ആരാണ് എന്നോടൊന്ന് പറഞ്ഞു തന്നത്, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ അസ്ഹാബും ഏതൊരു ആശയത്തിലാണോ, ഏതൊരു വിശ്വാസത്തിലാണോ, ഏതൊരു പ്രവർത്തനത്തിലാണോ അവരാണ് യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത്. എല്ലാവരും ഞാൻ സുന്നിയാണെന്ന് പറഞ്ഞത് കൊണ്ടായില്ല. സുന്നി ആകണമെങ്കിൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരാശയത്തിലാണോ ഇവിടെ ഉള്ളത്, എന്താണോ അവർ പറഞ്ഞത്, അവരും മാത്രമാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതെല്ലാം നമുക്ക് കാണിച്ചു തന്നു. ഇവിടെ പല പ്രസംഗങ്ങളിലും മറ്റുള്ള പ്രസംഗങ്ങളിൽ കേട്ടിട്ടുണ്ട്, അല്ലാഹുവാണ്, ഏകനായ അല്ലാഹുവാണ്, മറ്റാരും ആവശ്യമില്ല, ഒരാളെയും ബന്ധപ്പെടേണ്ടതില്ല എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറഞ്ഞപ്പോൾ, അവിടുത്തെ ഹയാത്ത് കാലത്ത് തന്നെ നല്ലൊരു മദ്ഹ് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസ്സാൻ ഇബ്നു സാബിത്തിനു വേണ്ടി ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ്, പടച്ചവനെ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ നീ ശക്തിപ്പെടുത്തണം. അല്ലാഹുവിനോട് ചോദിച്ചാൽ പോരെ, നബിയോടെന്ന് പറഞ്ഞു ബിറൂഹിൽ ഖുദ്സ്, പരിശുദ്ധ ആത്മാവിനെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണം. കണ്ടോ, ഇതാണ് മാ അന അലൈഹി വഅസ്ഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയം അതാണ്. അല്ലാഹുവിന്റെ റസൂലിന് അറിയില്ലേ നേരിട്ട് അല്ലാഹുവിനോട് ചോദിക്കാമെന്ന്, പക്ഷേ അവിടെ നിന്ന് പറഞ്ഞു അല്ലാഹുമ്മ അയ്യിദുഹു, ഹസ്സാൻ ഇബ്നു സാബിത്തിനെ നീ ശക്തിപ്പെടുത്തണം ബിറൂഹിൽ ഖുദ്സ്, പരിശുദ്ധ ആത്മാവിനെ കൊണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിശദീകരിച്ചു, അത് പറഞ്ഞു കൊടുത്തതും. അതുപോലെ കണ്ണ് കാണാത്തൊരു സ്വഹാബി വന്നപ്പോൾ അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ പഠിപ്പിച്ചു കൊടുത്തു. നേരിട്ട് അല്ലാഹുവിനോട് ചോദിക്കാനല്ല, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവസ്സലു ഇലൈക എന്ന് നബി സല്ലല്ലാഹു തങ്ങളെ തവസ്സുലാക്കി കൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയാണ് കണ്ണ് കാണാത്ത സ്വഹാബിയോട് പഠിപ്പിച്ചത്. മാ അന അലൈഹി വഅസ്ഹാബി, ഞാൻ ഏതൊരു ആശയത്തിലാണോ ഉള്ളത് അതാണ് യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് എന്ന് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സുന്നത്ത് ജമാഅത്ത് ഏതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയം ഏതാണ്, സ്വഹാബത്ത് എന്താണ് ഇവിടെ പഠിപ്പിച്ചത്, അത് പഠിക്കാനും അറിയാനും വേണ്ടിയാണ് നാം ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞാൻ നീട്ടുന്നില്ല, ബഹുമാനപ്പെട്ട മമ്പാട് ഉസ്താദ് എത്തിയിട്ടുണ്ട്. താജുൽ ഉലമ അടുത്തുകാലത്ത് നമ്മുടെ അടുത്ത് നമുക്കെല്ലാം നേതൃത്വം നൽകിയ താജുൽ ഉലമ ഏതൊരു ആശയത്തിലാണ്, ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹാ ബേക്കൽ ഉസ്താദ് ഏതൊരു ആശയത്തിലാണ്, ഇത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. ആശയം മാറേണ്ടത് വലിയ കിതാബോ മറ്റോ നമുക്ക് തെളിവ് ആവശ്യമില്ല. അവർ എത്ര കൊല്ലമാർ, 60-ലധികം കൊല്ലം കിതാബ് ദർസ് നടത്തിയ മഹാനായ താജുൽ ഉലമയെ പോലെ, അതേപോലെ മഹാനായ ഖമറുൽ ഉലമയെ പോലെ എത്രയോ ആലിമീങ്ങൾ, അവരെല്ലാവരും പറയുന്നത് തെറ്റാണ്, ഞങ്ങൾ കുറഞ്ഞ ആൾക്കാർ പറയുന്നത് മാത്രം ശരിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, അതല്ല യഥാർത്ഥ ദീനി എന്ന് നാം മനസ്സിലാക്കിയും കൊണ്ട് അല്ലാഹു തആല നമ്മെല്ലാവരെയും അവരുടെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ.